സോ നെക്സ്റ്റ് നമുക്ക് CSSൽ നമ്മൾ പഠിക്കുന്നത് ഷാഡോ ആണ്. ഷാഡോ എഫക്റ്റ് നമുക്ക് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. സോ ഷാഡോ എഫക്റ്റ് നമുക്ക് രണ്ട് തരത്തിലുണ്ട്. സോ ഒന്ന് ടെക്സ്റ്റ് ഷാഡോ, മറ്റൊന്ന് ബോക്സ് ഷാഡോ. ഈ രണ്ട് പ്രോപ്പർട്ടിയാണുള്ളത്. ടെക്സ്റ്റ് ഷാഡോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമുക്കൊരു ടെക്സ്റ്റിന് ഷാഡോ എഫക്റ്റ് കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ഉദാഹരണമായി എൻ്റെ അടുത്തപ്പോൾ ഒരു H1 എലമെൻ്റ് ഉണ്ട്, ലേൺ CSS എന്ന് പറയുന്ന. സോ നമ്മൾ ഈ ഒരു ടെക്സ്റ്റിന് നമുക്കൊരു ഷാഡോ എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. സോ ഞാൻ ആദ്യമായി അത് സെലക്ട് ചെയ്യുന്നു. സോ അതിനൊരു റെഡ് കളർ കൊടുക്കുന്നു, റെഡ് കൊടുക്കുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെഡ് കളർ ലഭിക്കുന്നു. സോ ഇനി നമുക്കിതിന് ടെക്സ്റ്റ് ഷാഡോ കൊടുക്കണമെങ്കിൽ ഞാനിവിടെ ടെക്സ്റ്റ് ഷാഡോ എന്ന് പറയുന്ന ഈ പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുന്നു. സോ ഇതിൽ ആദ്യമായി കൊടുക്കേണ്ടത് ഹൊറിസോണ്ടൽ ഷാഡോയാണ്. അതായത് ഈ ഒരു ടെക്സ്റ്റിൻ്റെ ലെഫ്റ്റ് ഓർ റൈറ്റിലോട്ടുള്ള ഷാഡോയാണ് ഹൊറിസോണ്ടൽ ഷാഡോ. ഈ ഒരു ഭാഗത്തോട്ടുള്ള ഷാഡോയാണ് നമ്മൾ ഹൊറിസോണ്ടൽ ഷാഡോ എന്ന് പറയുന്നത്. സോ നമ്മൾ പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗത്തോട്ടും മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ലെഫ്റ്റിലോട്ടും ലഭിക്കുന്നതായിരിക്കും. സോ ഞാൻ ഹൊറിസോണ്ടൽ ഷാഡോ ഞാനൊരു 5 പിക്സൽ കൊടുക്കുന്നു. പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് വെർട്ടിക്കൽ ഷാഡോയാണ്, അതായത് താഴോട്ടും മുകളിലോട്ടുമുള്ള ഷാഡോ. സോ പോസിറ്റീവ് ആണെങ്കിൽ താഴോട്ടും, നെഗറ്റീവ് ആണെങ്കിൽ മുകളിലോട്ടും പോകുന്നതായിരിക്കും. സോ ഞാനിവിടെ 5 പിക്സൽ കൊടുക്കുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഷാഡോ ഇവിടെ ലഭിക്കുന്നു. സോ ഷാഡോയുടെ ഡിഫാൾട്ട് കളർ എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റിൻ്റെ കളറായിരിക്കും. സോ നമുക്ക് കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്കൊരു സ്പേസ് കൊടുത്ത ശേഷം ഞാനിവിടെ ബ്ലാക്ക് ഒന്ന് കൊടുക്കുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബ്ലാക്ക് കളർ ലഭിക്കുന്നു. സോ നിങ്ങളിവിടെ കാണാം 5 പിക്സൽ താഴോട്ടും 5 പിക്സൽ റൈറ്റിലോട്ടുമാണ് ഇപ്പോൾ ഉള്ളത്. സോ ഞാനിത് -5 പിക്സ് ആയി കൊടുത്താൽ വെർട്ടിക്കൽ, സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് മുകളിലോട്ട് പോകുന്നതായിരിക്കും. അതുപോലെ ഇവിടെ മൈനസ് ആയി കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റിലോട്ട് നീങ്ങുന്നതായിരിക്കും. സോ നമ്മൾ 0 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ വെർട്ടിക്കൽ 0 ആവുന്നതായിരിക്കും. അതുപോലെ ഹൊറിസോണ്ടൽ 0 ആകുന്നതായിരിക്കും. അതുപോലെ നമുക്ക് വെർട്ടിക്കൽ ഷാഡോ 0 ആയി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ സാധിക്കുകയില്ല. സോ ഇപ്പോൾ അതെല്ലാം അതിൻ്റെ 0 പിക്സൽ ആയതുകൊണ്ട് തന്നെ നമുക്കൊന്നും കാണാൻ സാധിക്കില്ല. സോ ഞാൻ വെർട്ടിക്കൽ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ 10 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം അത് താഴോട്ട് വരുന്നു. അതുപോലെ ഹൊറിസോണ്ടൽ ഞാൻ 10 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അത് റൈറ്റിലോട്ട് പോകുന്നു. മൈനസ് ആണെങ്കിൽ അത് ലെഫ്റ്റിലോട്ട് വരുന്നു. സോ ഇങ്ങനെയാണ് ഷാഡോ മെയിൻലി പ്രവർത്തിക്കുന്നത്. ഇതാണ് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഷാഡോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നോർമലായി ഷാഡോ കൊടുക്കുമ്പോൾ ഞാനിവിടെ 2 പിക്സൽ അതുപോലെ 2 പിക്സൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള ഒരു ഷാഡോ ലഭിക്കുന്നതായിരിക്കും. ഇനി മൂന്നാമത് എന്ന് പറയുന്നത് നമുക്ക് ഈ ഷാഡോയുടെ ബ്ലർ എഫക്റ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. സോ ഇപ്പോൾ ഇത് ഒരു ഷാർപ്പായിട്ടുള്ളൊരു സ്റ്റൈലാണുള്ളത്. സോ നമുക്കത് സ്പ്രെഡ് ആയിട്ടുള്ളൊരു സ്റ്റൈൽ കൊടുക്കാൻ സാധിക്കും. സോ നമ്മളിവിടെ ഒരു 2 പിക്സൽ കൊടുക്കുന്നു. സോ നിങ്ങൾക്കിവിടെ കാണാം. സോ ഇതൊന്നുകൂടി സ്പ്രെഡായി ഒരു ബ്ലർ എഫക്റ്റ് നമുക്ക് ലഭിക്കുന്നു. സോ നമ്മൾ പിക്സൽ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ബ്ലർ എഫക്റ്റ് ഇവിടെ സ്പ്രെഡ് ആവുന്നതായിരിക്കും. സോ ഞാനിവിടെ 10 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് വേണ്ടത്ര കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് എഫക്റ്റ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് ടെക്സ്റ്റ് ഷാഡോ കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ബോക്സ് ഷാഡോയാണ്. ബോക്സ് ഷാഡോ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എലമെൻറ്റിന് ഒരു ഷാഡോ കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ഉദാഹരണമായി ഞാനിവിടെ നമുക്ക് H1നും കൊടുക്കാൻ സാധിക്കും. H1ന് കൊടുത്തു കഴിഞ്ഞാൽ H1 എലമെൻറ്റിന് മാത്രമായിരിക്കും വരുന്നത്. സോ നമ്മൾ ടെക്സ്റ്റ് ഷാഡോ ആണെങ്കിൽ ടെക്സ്റ്റിന് മാത്രമാണ്. സോ ബോക്സ് ഷാഡോ ആണെങ്കിൽ നമ്മുടെ എലമെൻറ്റിനായിരിക്കും വരുന്നത്. നമ്മളിവിടെ ഒരു ഡിവ് എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ശേഷം നമ്മൾ അതിന് ഹൈറ്റും വിഡ്ത്തും ഡിഫൈൻ ചെയ്യാം. സോ ഞാനിവിടെ ഹൈറ്റ് 100 പിക്സൽ കൊടുക്കുന്നു. അതുപോലെ വിഡ്ത്ത് 100 പിക്സൽ കൊടുക്കുന്നു. കളർ ഞാൻ ബ്ലൂ കൊടുക്കുന്നു. സേവ് ചെയ്യുന്നു. സോ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹൈറ്റ് വിഡ്ത്ത് ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലൂ കൊടുക്കുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എലമെൻ്റ് ഇവിടെ ലഭിക്കുന്നു. സോ ഇതിന് നമുക്ക് ഇനി ഷാഡോ കൊടുക്കാം. ഇതിന് കൊടുക്കുന്ന ഷാഡോയുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ബോക്സ് ഷാഡോയാണ്. സോ ബോക്സ് ഷാഡോ എന്ന് സെലക്ട് ചെയ്യുന്നു. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ഷാഡോ, അതുപോലെ വെർട്ടിക്കൽ ഷാഡോ, പിന്നെ നമുക്ക് കളർ കൊടുക്കാം. സോ ഗ്രേ കളർ കൊടുക്കുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കതിൻ്റെ ഒരു ഷാഡോ ലഭിക്കുന്നു. സോ നമുക്ക് ലഭിച്ചിട്ടുള്ള ഷാർപ്പായിട്ടുള്ളതാണ്. സോ നമുക്കതിന് ബ്ലർ എഫക്റ്റ് കൊടുക്കാം. സോ ഞാനിവിടെ ഒരു 5 പിക്സൽ ബ്ലർ എഫക്റ്റ് കൊടുക്കുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ലഭിക്കുന്നു. സോ ഇത്തരത്തിൽ നമുക്കൊരു എലമെൻറ്റിനും ഷാഡോ കൊടുക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇവിടുന്ന് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. അതുപോലെ ഷാഡോയുടെ എഫക്റ്റും മറ്റു കാര്യങ്ങളും എല്ലാം ഈ ഒരു പിക്സൽ യൂണിറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഷാഡോ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഉദാഹരണമായി ഈ ബോക്സ് ഷാഡോ ഇനി H1ന് കൊടുക്കുകയാണെങ്കിൽ ആ മുഴുവൻ എലമെൻറ്റിനായിരിക്കും അത് എഫക്റ്റ് ചെയ്യുന്നത്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം H1ൻ്റെ മുഴുവൻ എലമെൻറ്റിനായിരിക്കും അത് എഫക്റ്റ് ചെയ്യുന്നത്. സോ അതാണ് ബോക്സ് ഷാഡോയും ടെക്സ്റ്റ് ഷാഡോയും തമ്മിലുള്ള വ്യത്യാസം. ടെക്സ്റ്റ് ഷാഡോ എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. ബോക്സ് ഷാഡോ എന്ന് പറയുന്നത് നമ്മുടെ മുഴുവൻ എലമെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ നമുക്ക് എല്ലാ എലമെൻറ്റ്സിനും ഇതുപോലെ ഷാഡോ എഫക്റ്റ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഉദാഹരണമായി ഞാനിവിടെ സ്യൂഡോ ക്ലാസ് ഉപയോഗിക്കുകയാണെങ്കിൽ, ഉദാഹരണമായി ഡിവ് ഹോവർ എന്ന് പറയുന്ന സ്യൂഡോ ക്ലാസ് ഉപയോഗിക്കുന്നു. ഹോവർ. സോ നമ്മൾ ബോക്സ് ഷാഡോ പ്രോപ്പർട്ടി ഇതിനുള്ളിൽ പേസ്റ്റ് ചെയ്യുന്നു. സേവ് ചെയ്യുന്നു. സോ നമ്മൾ ഇനി മൗസ് മുകളിലോട്ട് കൊണ്ടുകഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ആ സമയത്ത് ആ ഷാഡോ ലഭിക്കുന്നതായിരിക്കും.
സോ ഇതുപോലെ നമുക്ക് ഷാഡോ എഫക്റ്റ് ആവശ്യാനുസരണം നമ്മുടെ വെബ് പേജുകളിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. പ്രധാനമായി 2 തരത്തിലുള്ള ഷാഡോയാണ്. ടെക്സ്റ്റ് ഷാഡോ, ടെക്സ്റ്റിന് വേണ്ടിയിട്ട്, അത് ബോക്സ് ഷാഡോ, എലിമെൻറ്റ്സിന് വേണ്ടിയിട്ട്.